ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. ഞാൻ രാവിലെ എണീറ്റ് പുറത്ത് എനിക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുകയാണ്. അങ്ങനെ രാവിലെ എണീറ്റു, യൂട്യൂബ് ചാനൽ തുടങ്ങി. അങ്ങനെ വീഡിയോ എടുക്കാൻ പോവാണ്, സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. ഒരു 11:45 കാണും. ഇങ്ങനെ എണീറ്റ് ഇങ്ങനെ ഇരിക്കുന്നപ്പോഴാണ് വെറുതെ എൻ്റെ പ്രാന്തിന് എൻ്റെ കമ്മൽ ഡപ്പ എല്ലാം ഞാൻ വാരി വലിച്ചിട്ടിട്ടുണ്ട്. എൻ്റെ കമ്മലും അത് വള എല്ലാം ഞാൻ എടുത്ത് വലിച്ച് വാരിയിട്ട് പ്രാന്ത് അങ്ങനെ പ്രാന്ത് വെച്ചിങ്ങനെ നിന്നപ്പോഴാണ് എനിക്ക് നന്നായിട്ട് വിശക്കാൻ തുടങ്ങി. അങ്ങനെ അടുക്കളയിലോട്ട് പോകാം നോക്കി എന്തുകൊണ്ട് കഴിക്കാൻ ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് ഓട്സ് ഉണ്ട്. ഓട്സും വേറെ നമ്മൾ വെച്ചിട്ടില്ല. വെച്ചെങ്കിൽ ഓട്സ് എന്ന് വിചാരിച്ച് കഴിക്കാൻ പോവാണ്. ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ എന്തൊക്കെയോ കഥകൾ വളവളാന്ന് പറയുന്നുണ്ട് ഗൈസ്. ഞാൻ മറന്നുപോയി എന്തോ പറയുന്നതെന്ന്. അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എൻ്റെ അപ്പച്ചൻ്റെ ചേട്ടൻ വന്നു. അവനോട് ചേർത്ത് കഴിക്കും, അത്രേ ഉള്ളൂ. പിന്നെ അങ്ങനെ ഞാൻ നോക്കിയപ്പോഴാണ് എൻ്റെ മണി പ്ലാന്റ് ഒരു ഇല പഴുത്തു പോയി ഗൈസ്. അത് ഞാൻ എടുത്ത് കളഞ്ഞ് ഇങ്ങനെ പൊന്നുപോലെ സൂക്ഷിക്കുന്ന എൻ്റെ മണി പ്ലാന്റാണ്. ഇതിങ്ങനെ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഒരു ഓംപ്ലേറ്റ് കൂടെ കഴിക്കാൻ തോന്നി. അങ്ങനെ ഓംപ്ലേറ്റിൻ്റെ കണ്ടോ, സോസിൻ്റെ കുപ്പിക്കകത്താണ് ഓംപ്ലേറ്റ് ഇരിച്ച്. സോസിൻ്റെ കുപ്പിക്കകത്താണ് തന്നെ എണ്ണ ഇരിക്കുന്നത്. അങ്ങനെ എണ്ണ എടുത്ത് ഇങ്ങനെ പരത്തി മുട്ട ഇട്ട് പൊട്ടിച്ച് ഒഴിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒഴിച്ച് സെറ്റാക്കി. പാൻ ചൂടായില്ലായിരുന്നു ഗൈസ്, പോട്ടെ. എന്നിട്ട് ഇങ്ങനെ ഏതാണ്ട് മുട്ട ഏകദേശം സെറ്റായി ഇങ്ങനെ വരുന്നു ഓംപ്ലേറ്റ്. ഇങ്ങനെ അത് ഞാൻ ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടൊക്കെ ഇങ്ങനെ കുത്തിയിരിക്കുകയാണ്. പറഞ്ഞതിന് ബാക്കി ഇതെൻ്റെ പുതിയ ചാനലാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സെറ്റാക്കണം. ഒരു സുപ്രഭാതത്തിൽ എനിക്ക് തോന്നി ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന്. അങ്ങനെ എല്ലാവരും സെറ്റാക്കണം, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഗൈസ്. അങ്ങനെ മുട്ട ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇത്രയും പറഞ്ഞപ്പോഴത്തേനും മുട്ട സെറ്റായിട്ടുണ്ടൊക്കെ. അങ്ങനെ മുട്ട സെറ്റായി, മുട്ട കഴിച്ചു. മുട്ടല്ല, ഓംപ്ലേറ്റ് കഴിച്ചു. നല്ല ചൂടുണ്ടായിരുന്നു. മുട്ട കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. നല്ല ടേസ്റ്റ് ഉള്ളത്. പിന്നെ ഇതിനകത്ത് കുരുമുളക് പൊടി അങ്ങനെ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇട്ടിട്ടില്ല. കാരണം അത് സാമഗ്രികളൊന്നും എൻ്റെ വീട്ടിലില്ലായിരുന്നു. അങ്ങനെ ഉപ്പ് മാത്രം ഇട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഓംപ്ലേറ്റ് സെറ്റായി. ഓംപ്ലേറ്റ് പിന്നെന്താണ് ഞാൻ എന്ത് പറയുന്നത് എനിക്ക് പോലും അറിയത്തില്ല, എന്തൊക്കെയോ പറയുന്നുണ്ട്. അങ്ങനെ ഷൂട്ടിന് പോകാൻ വേണ്ടി കുളിക്കാൻ പോവാണ്. ദിലീപിനെ ഷൂട്ടിന് വിളിച്ചിട്ടുണ്ട്, കുളിക്കാൻ പോവാണ്. അങ്ങനെ ഷൂട്ടിന് പോവാണ്. ഷൂട്ടിന് പോകാൻ വേണ്ടി റെഡിയായി. ആദ്യം പോൺസിലെ മോയ്സ്ചറൈസർ, പിന്നെ സൺസ്ക്രീൻ വെറുതെ ഒക്കെ ഇട്ട് കൊടുത്തു. നല്ല ചൂടായിരുന്നു. എന്നാലും എല്ലാം മേക്കപ്പ് റെഡി ആവുകയാണ്. പൗഡറൊക്കെ ഇട്ടു, എല്ലാം സെറ്റായി. ലിപ് ലൈനർ ഇട്ടു. പിന്നെന്താണ് നെക്സ്റ്റ് ഇനി ലിപ്സ്റ്റിക്കാണ് ഇടാൻ പോകുന്നത്. ലിപ്സ്റ്റിക്ക് ഇട്ടു. എൻ്റെ ഫേസ് കാണത്തില്ലേ ഗൈസ്? കുഴപ്പമില്ല, ഇത്ര മതി. ലിപ്സ്റ്റിക്ക് ഇട്ടു. പിന്നെന്താണ് നെക്സ്റ്റ് വന്ന് നമുക്ക് കണ്ണെഴുതാം. കണ്ണാണോ എഴുതുന്നത്? മുടി കെട്ടി വെക്കുക. ചൂടാണ് കേട്ടോ, ഒടുക്കത്തെ ചൂടാണ്. നമ്മൾ മുടി കെട്ടി വെച്ചു. പിന്നെ കമ്മൽ സെറ്റ് ചെയ്യാൻ നോക്കി. കമ്മൽ ഏതൊക്കെയാണ് അതൊന്നും വേണ്ട. പിന്നെ വാച്ചിട്ടു. പിന്നെ എൻ്റെ നെക്സ്റ്റ് നമ്മൾ കണ്ണെഴുതുകയാണ് ഗൈസ്. കണ്ണെഴുതാൻ പറ്റുന്നില്ല, നമ്മൾ കണ്ണടുത്ത് തന്നെ പോയി കണ്ണെഴുതുക. കണ്ണെഴുതിയിട്ട് വന്നു. കമ്മൽ സെറ്റ് ചെയ്യുകയാണ്. കമ്മൽ അതിനും ഏതാണ്ട് ലിപ്സ്റ്റിക്ക് വാരി മെഴുകുകയാണ് ഗൈസ്. എറിയുകയാണ് ഗൈസ് ലിപ്സ്റ്റിക്ക്. കുഴപ്പമില്ലെന്ന് തോന്നുന്നു, കൊള്ളാം. പിന്നീട് വന്നത് ഡ്രസ്സ് ഇട്ട് എന്തോ ഫാഷൻ ഷോ കാണിക്കുന്നുണ്ട്. നല്ല സൂപ്പർ ഡ്രസ്സ്. എന്നോ എടുത്ത് വെച്ച് ടിഷ്യൂ അത് വീണ്ടും എടുത്ത് തുടച്ചിട്ടെടുത്ത് പോറ്റി വെച്ചു. സൂപ്പർ. പിന്നെ കിടന്ന കഥകളി കാണിക്കുന്നുണ്ട് ഗൈസ്. ഹിന്ദു ആണെന്ന് പോലും എനിക്കറിയത്തില്ല ഗൈസ്. അങ്ങനെ ദിലീപ് വന്നിട്ടുണ്ട്. ദിലീപിൻ്റെ കോള് വന്നു ഗൈസ്. ദിലീപ് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ദിലീപിൻ്റെ കൂടെ പോകുന്നു ഷൂട്ട് എടുക്കാൻ. പ്രത്യേകിച്ച് കണ്ടതൊന്നുമില്ല ഗൈസ്. അങ്ങോട്ട് നമ്മൾ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നൊക്കെ റീൽസ് എടുക്കാൻ പോവാണ്. അങ്ങനെ ദിലീപ് വന്നു, അവൻ്റെ കൂടെ പോവാണ്. കണ്ടോ, ഞങ്ങളുടെ പശ്ചപ്പും ഊഷ്മളതയൊക്കെ നിറഞ്ഞ് ഞങ്ങളുടെ ഗ്രാമത്തിലൂടെ ഞാനും അവരോട് പോവുകയാണ് ഗൈസ്. എങ്ങനെ ഞാൻ അവനോട് പറഞ്ഞടാ, ഞാൻ പുതിയ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി, വീഡിയോ ഒക്കെ എടുക്കുകയാണ്. അപ്പോൾ ഫുൾ സപ്പോർട്ട്, അടിപൊളി, ഇനി എടുക്കടി, നമുക്ക് സെറ്റാകും, പൊളിക്കാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വന്നപ്പോഴാണ് ഞങ്ങൾ ഗൈസ് വീട്ടിലെത്തി. അങ്ങനെ ഇതാണ് വിശാലും ദിലീപും. അങ്ങനെ ഞങ്ങളുടെ റീൽസിലേക്ക് പോകാം. നല്ല സൂപ്പർ കരിങ്കാളിയാണ് ഉദ്ദേശിച്ചത്. നല്ല തേഞ്ഞൊട്ടിട്ടുണ്ട്. ഇത്രയുള്ള ഗൈസ്. ബൈ.